This video is sponsored by SBO Digital Marketing. ஸ்கிப் பண்ணாதீங்க. பெரிய தப்பு. தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்திற்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പൂണ്ട് കുളമ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പൂണ്ട് കുളമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തമിഴ്നാട്ടുകാരുടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. ചോറിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയാണ്. ചെറിയുള്ളി കുറേ 10-12 എടുത്തിട്ടുണ്ട് ഞാൻ. വെളുത്തുള്ളിയോ അതുപോലെ തന്നെ ഈ സൈസിന് ഞാൻ തൊലി ഉരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒരു കടായിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് താളിച്ചതിന് ശേഷം നമുക്ക് ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി കേട്ടോ. നമ്മുടെ കയ്യിൽ പച്ചക്കറിയൊന്നുമില്ല, എന്നാൽ ചെറിയുള്ളി വെളുത്തുള്ളിയും എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണല്ലോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കടുക് പൊട്ടി തുടങ്ങിയതിന് ശേഷം ഞാൻ ഇച്ചിരി ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉഴുന്ന് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉഴുന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ആ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് സവാളയും പിന്നെ ഒരു തക്കാളിയും ഒരു കുഞ്ഞി കഷ്ണം പുളിയും ചേർത്തിട്ടുണ്ട്. പുളി ഞാൻ കുറവെടുത്തിട്ടുള്ളൂ, എന്താ വെച്ചാൽ നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ടേ. അപ്പോൾ അതിന് നമ്മൾ മിക്സി ജാറിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം, തക്കാളിയും ഉള്ളിയും പുളിയും. അപ്പോൾ അത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി പിന്നെ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക കറിയിലും ഒരുവിധം കറിയിലൊക്കെ സാമ്പാർ പൊടി ചേർക്കും കേട്ടോ. അത് സാമ്പാറിൽ മാത്രമല്ല, എല്ലാ കറിയിലും അവർക്ക് ഇച്ചിരി സാമ്പാർ പൊടി വേണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ 2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. ഇതൊന്ന് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയും പുളിയും ചേർത്ത് അരച്ചത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്ത് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ വേണം, കുറച്ച് വെന്ത് കുറുക്കുക വേണമല്ലോ. 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ മസാലയൊന്നും ചേർക്കുന്നില്ല ഇതിനകത്തേക്ക്. പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് കറിയായിട്ട് നമ്മളത് രസവും മോര് കറിയൊക്കെ എല്ലാം ഉണ്ട്. അതിനകത്തോട്ട് ഇതും കൂടി ആഡ് ചെയ്യാം നമുക്ക്. പക്ഷെ ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ. ആ വെളുത്തുള്ളിയും ചെറിയുള്ളിയും നല്ലൊരു ഫ്ലേവറാണിത്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് കേട്ടോ ഇത്. ഒന്നുമില്ലല്ലോ, നമ്മളെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും മാത്രമേ ഉള്ളൂ. നമ്മളെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ.